ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെതാണ്. ഇത് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഡിഷ് കൂടിയാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറൊക്കെ നന്നായി ഫില്ലാവും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ഒരു കപ്പ് പാൽ കൂടെ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഇതേപോലെ വിസ്കോ അല്ലെങ്കിൽ സ്പൂണോ വെച്ച് മുട്ടയും പാലും നന്നായി ഒന്ന് യോജിക്കുന്നത് വരെ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർക്കാം. എന്നിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഇതേപോലെ നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡയാണുള്ളതെങ്കിൽ ഒരു നുള്ളു ചേർത്താൽ മതി. ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ ഒരു മിക്സ് കൂടെ തയ്യാറാക്കണം. അതിനുവേണ്ടി മറ്റൊരു ബൗളെടുത്ത് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 ടീസ്പൂൺ ചാറ്റ് മസാലയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ചെറുതായി നുറുക്കിയ ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ചേർക്കാം. എരിവിന് വേണ്ടി ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞു ചേർക്കാം. ഇതിന് പകരം ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇത് നന്നായി ഒന്ന് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തയ്യാറാക്കി വെച്ച ഗോതമ്പ് മാവിൽ നിന്നും കുറച്ച് മാവ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. പാൻ ഒന്ന് നന്നായി ചുറ്റിച്ച് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇത് 2 മിനിറ്റോളം കുക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ചെറിയ ഹോൾസ് വന്ന് തുടങ്ങുമ്പോൾ തയ്യാറാക്കിയ മുട്ട മിക്സിൽ നിന്നും കുറച്ചൊഴിച്ച് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു 2-3 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. എന്നിട്ട് ഇത് മറിച്ചിട്ട് നമുക്ക് ഈ ഭാഗവും ഇതേപോലെ 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഈ ചീസൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. ഇത് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും ചീസൊക്കെ ചെറുതായി മെൽട്ടായി വരും. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇത് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഞാൻ ഇതിൽ തക്കാളിയും ഉള്ളിയും മാത്രമാണ് വെജിറ്റബിൾസായി ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റും ഒക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇതൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയുമാണ്, മാത്രമല്ല ടേസ്റ്റിയുമാണ്. ശരിക്കും നല്ലൊരു ഫില്ലിങ്ങുമാണ്. ഈ ഒരു അളവിൽ നിന്ന് നമുക്ക് 4 റോൾ വരെ തയ്യാറാക്കാം. അപ്പോൾ ഈ വെറൈറ്റി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.